ആര്യ, ഇപ്പൊ ഹെയർ ഫോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇപ്പം നല്ല മാറ്റമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയപ്പോൾ തലയിൽ നല്ല ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട് തലയിൽ. അത് ഫീൽ ആകുന്നുണ്ടോ? ഇച്ചിക്കൊന്നും ഇല്ല. ഈ ഹെയറിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് എത്ര വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും? ഓക്കെ, നമുക്ക് ഇന്ന പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇല്ല. നമുക്ക് പ്രധാനമായിട്ടും ഹെയറിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തലയിൽ പെയിൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ താരൻ ഉണ്ടാകുന്നത്, അങ്ങനെ അലർജി കണ്ടീഷൻ, ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് സ്കൂൾ ഗോയിങ് കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഇത് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു എബോവ് 4 ഇയേഴ്സിന് എബോവ് ഉള്ള കുട്ടികൾക്കും പ്രായമായവർക്കും തന്നെ നമുക്ക് ഹെഡിൽ വേണ്ടിയിട്ടുള്ള, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു സ്കാൽപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊച്ചുകുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ടർ, എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഇങ്ങനെ ഹെയർ ഫോൾ ഉണ്ടാകുന്നത്? ഹെയർ ഫോൾ ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം ആര്യനെ സംബന്ധിച്ച് ഹെയർ ഫോളിൻ്റെ ഒരു മെയിൻ ഘടകമാണ് തൈറോയിഡ്. ഇപ്പോൾ പല സ്ത്രീകളിലായിക്കൊള്ളട്ടെ പുരുഷന്മാരിലും ഹെയർ ഫോൾസ് കണ്ടുവരുന്നുണ്ട്, കൊച്ചുകുട്ടികളിൽ. പല കാരണങ്ങളാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. തൈറോയിഡ്, ഹൈപ്പറാകാം, ഹൈപ്പോതൈറോയിഡിസം ആകാം, PCOS അല്ലെങ്കിൽ PCOD, അതേപോലെ ബോഡിയിലുണ്ടാകുന്ന സഡൻ ഹോർമോണൽ ചേഞ്ചസ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, സിങ്ക്, അയഡിൻ പോലുള്ളതിൻ്റെ ഡെഫിഷ്യൻസി കാരണവും ഹെയർ ഫാൾസ് ഉണ്ടാകാം. പിന്നെ സോറിയാസിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, അലോപേഷ്യ, ഇതെല്ലാം തന്നെ ഹെയർ ഫോൾ ഉണ്ടാകുന്ന ചില കാരണങ്ങളും കണ്ടീഷൻസും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ മെനോപോസിൻ്റെ ടൈമിൽ, പ്രഗ്നൻസി പീരീഡ്, ഈ ടൈമിലെല്ലാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കും. ഇതെല്ലാം തന്നെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാക്കുന്ന ചില കാരണങ്ങളിൽ ചിലതൊക്കെ മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്സുള്ള ആൾക്കാരിൽ, ഇപ്പോൾ നിങ്ങൾ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ജോബ് പ്രഷർ ഉണ്ടാകാം. അതർവൈസ് നമുക്ക് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഹെയർ ഫോളും കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹെയർ ഫോൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ഫുഡാണ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുക? ഓക്കെ, നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് സമീകൃത ആഹാരത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ സമീകൃത ആഹാരത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോട്ടീൻസ് ഉണ്ടാകും, വൈറ്റമിൻസ് ഉണ്ടാകും, മിനറൽസ് ഉണ്ടാകും, അല്ലേ? അപ്പം ഈ പ്രോട്ടീൻ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ എഗ്ഗ് എന്ന് പറയുന്ന എഗ്ഗിൻ്റെ വൈറ്റ് പ്രോട്ടീൻ റിച്ച് ആണ്. അത് നമുക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ ബയോട്ടിനും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ബയോട്ടിൻ, സിങ്ക്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ആൽമണ്ട്സ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, വാൽനട്ട്, ഇതിലെല്ലാം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം വൈറ്റമിൻ ഇ, അവോക്കാഡോയിൽ വൈറ്റമിൻ ഇ റിച്ചാണ്. ഇത് നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെയും അതിൻ്റെ ഹെൽത്തിനെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചാള മീനിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് ഹെയർ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ സ്പിനാച്ച്, അയണിൻ്റെ കണ്ടൻറ്റ് വളരെ അധികം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചീരവർഗ്ഗങ്ങൾ. അത് കഴിക്കുന്നതും നമുക്ക് ഹെയറിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ എന്നെ പോലെ IT ജോബ് ചെയ്യുന്നവർക്ക് ഹെയർ കെയർ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ജോബിൻ്റെ കൂടെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഹെയറിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും? ആര്യയ്ക്ക് എത്ര മണിക്കൂറാണ് ഒരു വർക്കിംഗ് അവേഴ്സ്? ഒരു 9 to 10 hours ഒക്കെ ഡെയിലി. ഡേ ആണോ നൈറ്റ് ആണോ? ഡേ ഷിഫ്റ്റ് ആണ്. ഡേ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് എത്ര മണിക്കൂർ ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്? ഒരു 7 hours ഒക്കെ ഉറങ്ങാറുണ്ട്. പക്ഷെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ ലേറ്റായിട്ട് ഉറങ്ങിയാലും എത്ര മണിക്കൂറിലുള്ള ആ ഒരു പ്രോപ്പർ സ്ലീപ്പ് പാറ്റേണിലേക്ക് ആദ്യം പോകാറുണ്ട്? അത് കിടന്നു കഴിഞ്ഞ് കുറേ നേരം ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഉറങ്ങാറുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഹെയറിന് നമുക്ക് ഹോം കെയർ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതെന്ന് വെച്ചാൽ,
നമുക്ക് ഷാംപൂസിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് പകരം നമുക്ക് ത്രിഫല ചൂർണം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ ഹെയറിലുള്ള ഓയിൽ കണ്ടൻ്റൊക്കെ പോകാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒരുപാട് ഡ്രൈ ആൻഡ് ഫ്രിസി ആകാണ്ട് ഇരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വീക്ക്ലി ഒരു ടോയ്സ് ഉണ്ടെങ്കിലും നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലോ നല്ലെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഉപയോഗിച്ചിട്ട് ഹെഡ് മസാജ് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കും. അതോടൊപ്പം നമുക്ക് നീലപിങ്കാതി ഓയിലോ അല്ലെങ്കിൽ കയ്യൂന്നി ഇട്ട് കാച്ചിയ എണ്ണയോ ഒക്കെ ഉപയോഗിക്കുന്നത് ഹെയറിൻ്റെ ഗ്രോത്തിന് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് ഹെയർ ഫാൾസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആ ടൈമിൽ നമുക്ക് തട്ടധാരയോ തല കുതിച്ചിലോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ ഹെയർ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഹെയർ കളറിങ് ചെയ്തിട്ടുണ്ട് എൻഡിൽ. അപ്പം ഇതിൻ്റെ മുകളിലത്തെ ഹെയർ നോക്കുമ്പോൾ അവിടെ അത്രത്തോളം ഹെയറിന് ഡാമേജും ഇല്ല, ഹെയറിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുമില്ല. എന്നാൽ നമ്മൾ ഈ മുടിയുടെ താഴേക്ക് ഹെയർ കളർ ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഹെയറിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്, ആ ഹെയറിൻ്റെ ഒരു നാച്ചുറൽ ഹെൽത്ത് വന്നിട്ട് നന്നായി കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സ്പ്ലിറ്റഡ് ഹെയർസ് ഉണ്ട്. അപ്പം ഇന്ന് നമ്മളെല്ലാവരും യൂസ്ഡാണ് അല്ലേ, എല്ലാവർക്കും ഇന്ന് ഹെയർ കളറിങ് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഹെയർ കളറിങ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹെയറിൻ്റെ ഒരു നാച്ചുറൽ ഷൈനിങ് ഒക്കെ ലോസ് ആകാനും ഹെയറിൻ്റെ ഒരു തിക്നെസ്സും ഹെൽത്തി ഹെയർസ് ലോസ് ആകാനുള്ള പ്രധാന കാരണങ്ങളാണ്. അതേപോലെ ഡൈസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, ചിലർക്ക് പെട്ടെന്ന് നരച്ച മുടികൾ ഉണ്ടാകും. അപ്പോൾ ഈ നരച്ച മുടികൾ ഉണ്ടാകുന്നവർ ഒരുപാട് ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഹെയർ ഡൈസ് അവൈലബിൾ ആണ്. അപ്പം ഈ ഹെയർ ഡൈസ് ഉപയോഗിക്കുന്നത് മൂലം ഗ്രാജ്വലി സം പീപ്പിൾസിന് സ്കിന്നിൽ അലർജി ഉണ്ടാക്കാൻ അത് കാരണമാകുന്നു. അതോടൊപ്പം ചിലർക്ക് ഒരുപാട് ഹെയർ ഫാൾസും ആണുങ്ങളിൽ കഷണ്ടി പോലുള്ള കാരണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് പലരും. അപ്പോൾ നമുക്ക് അതിനെ നാച്ചുറൽ ഡൈ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കിയാൽ നമുക്ക് നീലയമരിയുടെ പൗഡറും നെല്ലിക്ക പൗഡർ, മൈലാഞ്ചി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയറിന് ഒരു നാച്ചുറൽ ഡൈ കൊടുത്താൽ വളരെ ഉത്തമമായിരിക്കും. അത് നിങ്ങളുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ ഹെയറിൻ്റെ ഒരു നാച്ചുറൽ തിക്നെസ്സിനെയും ഹെയറിൻ്റെ ഒരു നാച്ചുറൽ ഗ്ലോയും അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് തരും. ഇപ്പം നമ്മൾ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഹെയർ വാഷിന് ശേഷം ധൂമനം കൊടുക്കുകയാണ്. ഹെയർ ഡ്രൈ ചെയ്യുന്നതിനും ഹെയറിന് നല്ലൊരു സ്മെല്ല് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധൂമനം നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരു 14 days ഓഫ് ഗ്യാപ്പിൽ ആര്യ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ഒരു 2-3 days വന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഹെയർ ഫാൾസൊക്കെ ഇനി കുറേ കൂടി ഹെയറിൻ്റെ ഒരു നാച്ചുറൽ ഗ്ലോ ഇമ്പ്രൂവ് ആകാനും, അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിൽ സമീകൃത ആഹാരം, നമ്മുടെ ആഹാരത്തിൽ പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് തുടങ്ങിയത് ആഡ് ചെയ്യാനും പരമാവധി ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ഷാംപൂ പോലുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം ഹെയറിലേക്ക് വളരെയധികം കൊടുക്കാണ്ടിരിക്കുന്നത് ഹെയർ ഫാൾസ് കുറയ്ക്കുന്നതിനും ഹെയറിൻ്റെ ഹെൽത്ത് കുറേ നാൾ നീണ്ടു നിൽക്കുന്നതിനും സഹായിക്കും.